നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ജഗനല്ലേ? എന്റെ പ്രണയം നിഷേധിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. വന്ദനയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവളുടെ വീട്ടിൽ തന്നെ ഞാൻ അല്ല, ജഗനല്ലേ? മോനെ, 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 ഡാ. എന്താ? എന്തു പറ്റി? മോനെന്താ ഇവിടെ ഇരിക്കുന്നേ? അല്ല, അത് പിന്നെ ഞാൻ അല്ല ചന്ദ്രയാമ്മ, ഞാൻ രാത്രി വന്നപ്പോ, അല്ല രാത്രി ഓടാൻ വന്നപ്പോ, അല്ല രാവിലെ ജോഗിങ്. അത് പിന്നെ ഈ വന്ദനയുടെ കല്യാണം ഉറപ്പിച്ച കാര്യം ചന്ദ്രയാമ്മ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അല്ല, ഇവിടെ എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് ആവശ്യം വരുമെന്ന് തോന്നിയിട്ട് വന്നതാ. ഞാൻ ജോഗിങ്ങിന് പോയിട്ട് വന്നപ്പോ എല്ലാവരും ഉറക്കുമായിരുന്നു. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഇവിടെ വന്നിരുന്നത്. പിന്നെ ഞാൻ ജോഗിങ്ങിന് പോയി വന്ന ക്ഷീണം കാരണം അറിയാതെ ഇവിടെ വന്നിരുന്നങ്ങ് മയങ്ങിപ്പോയി. അത് കൊള്ളാം. കോളിംഗ് ബെൽ അടിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ഹരിതയെ വിളിച്ചു പറയായിരുന്നില്ലേ?
ആ അതൊന്നും സാരമില്ല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം? തൽക്കാലം ഒന്നും ആവശ്യമില്ല. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ഇപ്പോ ഒരുപാട് നേരം ആയില്ലേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങും അമ്മേ. പോയിട്ട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതെ, പോകാൻ വരട്ടെ. ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വകയായി ക്ഷേത്രത്തിൽ ഒരു പൂജ നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരുക്കത്തില്ല. ആ പൂജയിൽ ഞങ്ങളോടൊപ്പം ജഗനും പങ്കെടുക്കണം. ഇതാര്? ജഗൻ ചേട്ടനോ? എന്താ രാവിലെ തന്നെ? അല്ല, ഞാൻ രാത്രി മതില് ചാടാൻ അല്ല ഓടാൻ ജോഗിങ്. ഇവിടെ വന്നപ്പോ സിറ്റ് ഔട്ടിൽ ലൈറ്റ് കിടക്കുന്ന കണ്ടു. എങ്കിൽ പിന്നെ ഒന്ന് കയറി നിങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നോക്കിയപ്പോ നിങ്ങൾ ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ ദേ പിന്നെ ഈ മരച്ചോട്ടിലങ്ങിരുന്നു. എന്തൊരു നല്ല കാറ്റാ. കാറ്റടിച്ചപ്പോ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. അമ്മ വന്ന് വിളിച്ചപ്പോഴാ ഞാൻ ഉണർന്നത്. എങ്കിൽ പിന്നെ ഇനി ഞാൻ നിൽക്കുന്നില്ല, പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. അല്ല, എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാ. ഗുഡ് മോർണിംഗ്. മോളെ, ജഗനും നമ്മളോടൊപ്പം പൂജയ്ക്ക് വരുന്ന കാര്യം ഞാൻ പറയായിരുന്നേ. അയ്യോ അമ്മ, അത് പറ്റില്ല. എന്റെ കയ്യില് ഇടാൻ വരെ ഡ്രസ്സൊന്നുമില്ല. അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. മനോജിന്റെ ഡ്രസ്സൊക്കെ ഏട്ടനും പാകാവുമല്ലോ. അതെ, വേഗം വന്ന് കുളിച്ച് റെഡിയാവാൻ നോക്ക്. ഏയ്, അതൊന്നും ശരിയാവില്ല. ഞാൻ പോവാ. മോനെ, ഈ പൂജയിൽ മോനും പങ്കെടുക്കണം എന്നുള്ളത് ദേവിയുടെ നിശ്ചയ. അതുകൊണ്ട് കൃത്യസമയത്ത് ദേവി നിന്നെ ഇവിടെ എത്തിച്ചത്. ദേവിയല്ല, മനുഷ്യന്റെ ടെൻഷൻ കൊണ്ടാ ഇവിടെ എത്തിച്ചത്. നീ എതിർപ്പൊന്നും പറയല്ലേ. പൂജയ്ക്ക് വരണം. വാ ഏട്ട ഇങ്ങോട്ട്. വേണോ? വേണം. വാ. അമ്മേ, ഞാൻ അങ്ങോട്ട്. ജഗനെ പൂജയുടെ കാര്യങ്ങൾ അറിയിച്ചില്ലെങ്കിൽ എന്താ? അവനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത് ദേവിയാ. ആറ്റുകാലമ്മേ. വന്ദനമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന പൂജയല്ലേ? എനിക്ക് ദേവിയെ നന്നായിട്ട് തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.